ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമാണോ? ഇവിടെ നല്ല മഴയാണ്. അവിടെ മഴ ഉണ്ടോ? പിന്നെ ഇന്ന് ഞാനിതാ ഈ ഒരു സാധനം കറി വെക്കുന്ന വീഡിയോസാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ. പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർക്കുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മളൊക്കെ ഓളെന്ന ബട്ടണും കൂടി ഒന്ന് പ്രസ്സാക്കി വെള്ളൈക്കണും കൂടി പ്രസ്സാക്കിയിട്ട് ഓളെന്ന ബട്ടണും കൂടി ഒന്ന് ഞെക്കണേ. പിന്നെ അത് മാത്രമല്ല, ഈ കൂണ് കണ്ടോ? ഇത് കൂടാണ് കേട്ടോ. ഞാൻ ടിന്നിലൊക്കെ വാങ്ങിയിട്ട് കഴിക്കുന്നവരുണ്ടാവും. എന്നാൽ ഇതങ്ങനത്തെ ഒന്നുമല്ല, ഒരു മായവും ഇല്ലാത്ത നല്ല ഫ്രഷ് കൂണാണ് കേട്ടോ. ഇതത് ഇന്നലെ ഇത് പിന്നെ ഭൂമിയിലേക്ക് ഇങ്ങോട്ട് ഉണ്ടായി. ഇന്ന് നമ്മൾ കുറച്ച് കറി വെക്കുന്നത് അത്രക്കും ഫ്രഷ് ആണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വേറെ ഒരു മായവും ഇതിൻ്റെ അകത്തില്ല കേട്ടോ. ഇത് വന്നിട്ട് ഞാൻ ഇന്ന് പുട്ടും ഈ കറിയും കൂണ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച. ഈ പുട്ടിൻ്റെ ചില്ലുണ്ട്. ഇത് പുട്ടിൻ്റെ ചില്ലല്ല കേട്ടോ. എൻ്റെ മോള് കണ്ട മോള് കളിക്കുമ്പോൾ പിന്നെ ചില്ല് എവിടെയോ കളഞ്ഞ് കുറേ ദിവസമായി ചില്ല്. അങ്ങനെ ചില്ലിന് വേണ്ടി ഞാൻ കടകടാന്തരം കയറി ഇറങ്ങി, പക്ഷേ കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടൂല പറഞ്ഞു കടക്കാർ. നമ്മൾ പുട്ടും കുറ്റിയായിട്ട് വാങ്ങിക്കണമെന്ന്. അപ്പം എൻ്റെ മനസ്സിലൊരു ഐഡിയ പോയി. എനിക്ക് നൂൽപുട്ടിൻ്റെ അച്ചില്ല. അങ്ങനെ ഞാൻ നൂൽപുട്ടിൻ്റെ അച്ച് വാങ്ങി. ആ നൂൽപുട്ടിൻ്റെ അച്ചിൽ 7 or 8 അച്ചുണ്ടായി. അതിലൊരെണ്ണം എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ഇട്ട് മക്കളെ. അപ്പം നമ്മൾ കറക്റ്റ് കേട്ടോ. നമുക്ക് പുട്ട് നല്ല കറക്റ്റായിട്ട് ഒരു മണിപ്പോലും പുറത്തേക്ക് പോകുന്നില്ല. നൂൽപുട്ടിൻ്റെ വലിയ ചെറുതും അച്ചുണ്ടായി. അതിൽ വലുതിട്ടിട്ട് കേട്ടോ ഞാൻ ഈ പുട്ട് ഇതാക്കിയത്. പിന്നെ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് വിചാരിച്ച് പുട്ടും കുമ്മിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെ ഉണ്ടാവും അറിയണമല്ലോ. കാരണം എന്താ വെച്ചാൽ ഈ കുമ്മിളൊക്കെ ഓരോരുത്തർ പൈസയും കൊടുത്ത് ടിന്നിൽ വാങ്ങിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനത്തെ ഒന്നുമല്ല കേട്ടോ. ഫ്രഷ് എന്ന് പറഞ്ഞാൽ പക്ക ഫ്രഷ് കേട്ടോ. ഇതിൽ വന്നിട്ട് എൻ്റെ വോയിസിൽ വണ്ടി പോകുന്ന ഒച്ച കേൾക്കുന്നുണ്ടാവും കേട്ടോ. റോഡ് സൈഡിലാണ് വീട്, അത് കാരണമാണ്, ക്ഷമിക്കണം. അപ്പോൾ പിന്നെ ഇതിൽ എന്താ ഈ കൂമ്പിൽ ഞാൻ ക്ലീൻ ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത്. ഈ വീഡിയോയിൽ ഇതിൽ കാണിക്കുന്നത് ക്ലീൻ ചെയ്യുന്നത്. ഞാൻ ഇതുവരെ ക്ലീൻ ചെയ്യുന്നത് കാണിച്ചിട്ടില്ല. ഇത് വന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കണ്ട ഒരു പാട പോലത്തെ ഉണ്ടാവും. നമ്മളത് മെല്ലെ കൈകൊണ്ട് കളിക്കുന്നത്, അത് പറഞ്ഞങ്ങ് പോയിക്കോളും. ഇനി അഥവാ പോയിട്ടില്ലേ, ഇങ്ങനെ ഓരോ പുറപ്പെടുക്കണം കേട്ടോ. പോയിട്ടില്ല, കത്തി വെച്ചിട്ട് ഒന്നിങ്ങനെ നീക്കി കൊടുത്താൽ മതി. അപ്പം പെട്ടെന്ന് പൊളിഞ്ഞങ്ങ് പോകും. പിന്നെ വന്നിട്ട് ഇതിനെ അറ്റം ഒന്ന് നന്നായിട്ട് മുറിച്ചെടുക്കുക. മുറിച്ച് കളയാതെ വേണമെന്നൊന്നുമില്ല, ഞാനങ്ങനെ കളയുന്നു. പിന്നെ ഇങ്ങനെ ചീന്തി തരണം കേട്ടോ. അപ്പാടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തുവിടാം. പിന്നെ എന്താ ഇങ്ങനെ ഇതിന് മുകളിൽ നിറച്ച് മണ്ണുണ്ടാവും. മണ്ണ് പറഞ്ഞാൽ ഇതിങ്ങനെ ഭൂമിയിൽ ഉണ്ടാകുന്നതാണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ മഴയും കാറ്റും മഴയൊക്കെ ആയതാണ് എന്തായാലും മണ്ണ് അതിൻ്റെ മുകളിൽ ഫുള്ളായിട്ടുണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ക്ലീനാക്കി കൊടുക്കുന്നത്. ഇങ്ങനെ മൊത്തം ക്ലീനാക്കി കൊടുക്കുക. പുറത്ത് വയ്ക്കാം. പിന്നെ പറയാൻ എന്താ, ഇതിങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ഇതിൽ പുഴുണ്ടോയെന്ന് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട ആവശ്യമുണ്ട്. കാരണം വെളുത്തിരിക്കുന്ന കുമ്മിലാണ് അതുപോലെ വെളുത്ത പുഴു ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഞാൻ ഈ അടുക്കളയിലെ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നമുക്കിത് കാണാൻ പറ്റില്ല കേട്ടോ. നമ്മൾ പുറത്ത് പോയിട്ട് തന്നെ നോക്കണം. പുറത്ത് പോയി നോക്കിയാലേ നമുക്കിങ്ങനെ പുഴുണ്ടോ എന്നൊക്കെ കാണാൻ പറ്റുള്ളൂ. പിന്നെ എന്നിട്ട് ഇതിൻ്റെ മുകളിലുള്ള നല്ലോണം ഇതങ്ങ് കളഞ്ഞതിന് ശേഷം ഞാൻ ഈ തണ്ട് കണ്ടോ, ഈ തണ്ട് ചില ആൾക്കാർ ഇങ്ങനെ അതേപോലെ തന്നെ ഇങ്ങനെ മേലെ നിന്ന് ഇങ്ങോട്ട് വലിച്ചിട്ട് ഇത് ഇങ്ങനെ പറിച്ചെടുക്കും. അപ്പോൾ പറിച്ചെടുക്കുമ്പോൾ ഇത് മൊത്തത്തിൽ ഇളകി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ ചെറിയ കത്തിയാണല്ലോ, അപ്പോൾ കത്തി കൊണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ മേലെ നിറച്ച് മണ്ണുണ്ടാവും. അതിനാണ് നമ്മളിങ്ങനെ ക്ലീൻ ആക്കി കൊടുക്കുന്നത്. പിന്നെ അറ്റം മുറിച്ച് കളഞ്ഞാൽ പിന്നെ ഇപ്പുറത്തൊരറ്റം മുറിച്ച് കളഞ്ഞാൽ നല്ല വൃത്തിയായി കേട്ടോ. ഇത് പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു ഇതാണ് നമുക്ക്. നല്ല ഇതിൻ്റെ സ്മെല്ലും അങ്ങനെ തന്നെ ഭയങ്കര ഒരു നല്ലൊരു സ്മെല്ലാണ് ഇത്. ഞങ്ങൾക്ക് ഇങ്ങനെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വന്നിട്ട് ഇതിങ്ങനെ നീളത്തിൽ കീറി ചെറുങ്ങനെ മുറിച്ചിടാം. ചെറിയ ഉപ്പേരീൻ്റെ പോലെ ആക്കരുത്. ഇത് കുറച്ച് വലിയ കഷ്ണം ഞാൻ ആക്കുന്നത്. വലിയ കഷ്ണം എന്നാൽ ഒരു തണ്ട് 4 കഷ്ണമാക്കിയിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. നല്ല വൃത്തിയിൽ. പിന്നെ ഇതിൻ്റെ മേലത്തെ മണ്ണ് കളയണം. അല്ലെങ്കിൽ മണ്ണ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ മണൽ അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മണൽ അടിച്ചാൽ പോയി പിന്നെ എന്താ കറിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇതിങ്ങനെ മുറിച്ചിട്ടതിന് ശേഷം ഞാൻ എന്താക്കി, ഇതിന് കൂടെ വേറൊരു 2 കുമ്മിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഈ കുമ്മിലാണ് ഞാൻ അധികം കണ്ടിട്ടുള്ളത്. മറ്റേ ഞാൻ ഫസ്റ്റ് ആക്കിയ കുമ്മിൽ ഞാൻ കണ്ടിട്ടില്ല. അതും കൂടെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ എന്താക്കി, ഇതിന് മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമ്മളൊരു 1/2 മണിക്കൂർ എന്തായാലും വെക്കണം കേട്ടോ. ഇത്
അരമണിക്കൂർ വെക്കുന്ന എന്തിനാ വെച്ചാൽ വിഷാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പോയി കിട്ടും കേട്ടോ. പിന്നെ എന്താ പറയുക, ഭൂമിയിൽ ഇങ്ങനെ ഉണ്ടാകുന്നതല്ലേ പല, അതും തോട്ടത്തിലൊക്കെ പല ജീവികളൊക്കെ പോകുന്നതല്ലേ, അത് കാരണം കേട്ടോ. പിന്നെന്താ, തക്കാളി വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു തക്കാളി ഒരു ഉള്ളി, ഞാൻ തക്കാളി ഉള്ളി ഇടാണ്ടാണ് വെക്കൽ. ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ വേറെ ആൾ വെച്ചിട്ട് കറി ഇങ്ങനെ കഴിച്ച് നോക്കിയിട്ട് ഇപ്പോൾ രസം ഉള്ളത് കൊണ്ട് ഞാൻ എന്താക്കി, ഒരു ചെറിയ തക്കാളി, ചെറിയൊരു ഉള്ളി, കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ചമുളക്, അങ്ങനെ ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് പിന്നെ കറി ഇതാക്കി നന്നായിട്ട് ഉപ്പ് ഇട്ടിട്ട് വഴറ്റിയെടുത്ത്. ഇത് ഫുള്ള് വഴറ്റിയെടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളിയൊക്കെ ഇങ്ങനെ പിന്നെ ഇതായി നിൽക്കുന്നതാണ്, വാടാതെ നിൽക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടിയിലിട്ട കൊമ്പിൽ നന്നായിട്ട് ക്ലീനായി വന്ന ശേഷം പിന്നെയും കുറേ വെള്ളത്തിലിട്ട് കഴുകി മഞ്ഞളും മുളക് എന്താ പറയുക മല്ലി, ഈ 3 സാധനവും കൂടി. ഞാൻ മുളക് വളരെ കുറച്ചാണ് ഇട്ടിട്ടുള്ളത്, കാരണം ഒരു 2 പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട് അതിൽ. അപ്പോൾ അത് കാരണം മുളക് നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ടാണ് മുളക് അങ്ങനെ ഇട്ടിട്ടുള്ളത്. എന്ന് വെച്ചാൽ കുട്ടികൾക്ക് കൂടെ കഴിക്കണമല്ലോ. കുറേ എരിവ് നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഇട്ട് വെച്ചിട്ട് അതിനൊരു ടേസ്റ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തുണ്ടാവുക എന്നൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ആ എന്തിൻ്റെ മീനാവട്ടെ ഇറച്ചിയാവട്ടെ മുട്ടയാവട്ടെ എന്തിൻ്റെ ഒരു രസം ആ എരിവിലേക്ക് അങ്ങ് കടന്നു പോകും. അപ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. കുറേ എരിവുള്ള കറി ഇങ്ങനെ കൂട്ടി അതന്നെ, അല്ലാതെ ഒന്നിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ അതിൽ വെച്ച്, ആ കൂണ് കൊണ്ടിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത്. സാധാ ഉപ്പും അങ്ങനെയൊന്നും പെരുക്കിയിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ അതിലേക്ക് കൂണ് കൊണ്ടുപോയിട്ട് നന്നായിട്ട് എന്താക്കി, അതിൽ നിന്ന് ആ ഒരു വെള്ളത്തിൽ നിന്ന് പിന്നീട് വെള്ളം ഒഴിക്കുക അങ്ങനെ ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നീട് അതിലേക്ക് മുളകും മഞ്ഞളും ഇതൊക്കെ നന്നായിട്ട് ഒന്ന് വഴറ്റി വെന്ത് വന്നതിന് ശേഷം ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കിയതാണ് എൻ്റെ അവസ്ഥ. നാവ് അങ്ങനെ സെറ്റായി, കോഴിയുടെ കറി സെറ്റായി. പിന്നെ ചെറുപയർ, ഇത് ഞാൻ രാത്രി വെച്ച കറി കേട്ടോ. ഇത് വന്നിട്ട് ഞാൻ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് രാത്രി ആക്കിയതാണ്. കറി നമ്മൾ കറിയും കോണ് കറിയും ടേസ്റ്റ് ചെയ്ത് ഇതിന്റെ ആ ഒരു ടേസ്റ്റ് ചിക്കൻ്റെ ബീഫിൻ്റെ ഒക്കെ ടേസ്റ്റ് വരും. അങ്ങനെ നമ്മൾ ഞാനും ഇങ്ങനെ പിന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുട്ടികൾക്ക്